Okay. So yesterday നമ്മൾ ഫസ്റ്റ് ഓർഡർ ആർ സി ഹൈ പാസ് ഫിൽട്ടർ എന്താണെന്നുള്ളത് കണ്ടു. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ഓർഡർ ആർ സി ലോ പാസ് ഫിൽട്ടർ. അപ്പോൾ ഫസ്റ്റ് ഓർഡർ ആർ സി ഹൈ പാസ് ഫിൽട്ടർ നമ്മൾ കണ്ടു എങ്ങനെയാണ്, അതായത് ഒരു കട്ട് ഓഫ് ഫ്രീക്വൻസി ഉണ്ട്, ആ കട്ട് ഓഫ് ഫ്രീക്വൻസിക്ക് ശേഷം ഉള്ള എല്ലാ സിഗ്നൽ കോമ്പണൻസ്, എല്ലാ ഫ്രീക്വൻസി കോമ്പണൻസിനെയും അത് കടത്തിവിടുന്നു. ഓക്കെ, ഇൻ കേസ് ഓഫ് ആർ സി ലോ പാസ് ഫിൽട്ടർ ഒക്കെ എങ്ങനെയായിരിക്കും, ഒരു കട്ട് ഓഫ് ഫ്രീക്വൻസി ഉണ്ട്, ആ കട്ട് ഓഫ് ഫ്രീക്വൻസി വരെയുള്ള എല്ലാ ലോ ഫ്രീക്വൻസി സിഗ്നൽസിനെയും അത് കടത്തിവിടും. അപ്പോൾ ഫസ്റ്റ് ഓർഡർ ആർ സി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, അതായത് ഇവിടെ എന്താ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് റെസിസ്റ്ററും കപ്പാസിറ്ററും, അതായത് പാസീവ് കോമ്പണൻസ് ആണ്. അതായത് നമുക്ക് ലോ പാസ് ഫിൽട്ടർ either we can design by using passive components or we can use that op-amps and all like active components also. So ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന സിമ്പിൾ ആർ സി ലോ പാസ് ഫിൽട്ടർ ആണ്, which will be consisting of one resistor and one capacitor. That also first order. Second order എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ റെസിസ്റ്ററും കപ്പാസിറ്ററും ഒക്കെ യൂസ് ചെയ്യുന്നതാണ് സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ, ഫോർത്ത് ഓർഡർ ലോ പാസ് ഫിൽട്ടർ. ഓക്കെ, സോ നമുക്ക് സിലബസിൽ പഠിക്കാനുള്ളത് ഫസ്റ്റ് ഓർഡർ ആർ സി ലോ പാസ് ഫിൽട്ടർ ആണ്. സോ a first order RC low pass filter is a circuit which allows a set of frequencies that are below a specified value. അതായത് ഒരു സ്പെസിഫൈഡ് വാല്യൂ, ഒരു കട്ട് ഓഫ് ഫ്രീക്വൻസി എഫ് സി എന്ന് പറയുന്ന ഒരു സ്പെസിഫൈഡ് വാല്യൂ, ആ സ്പെസിഫൈഡ് വാല്യൂവിന് താഴെയുള്ള എല്ലാ ഫ്രീക്വൻസീസിനെയും അത് കടത്തിവിടും, അതിന് മേളിലുള്ള എല്ലാ ഫ്രീക്വൻസീസിനെയും അത് റിജക്ട് ചെയ്യും അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യും. The filter passes the low frequencies. ഓക്കെ, സോ നമ്മൾ നേരത്തെ ഇന്നലെ കണ്ടു ഹൈ പാസ് ഫിൽട്ടർ കണ്ടു, അതിന്റെ നേരെ ഓൾമോസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സർക്യൂട്ട് ഡയഗ്രാം നിങ്ങൾക്കറിയാം, എന്താ ഇൻപുട്ട് സൈഡിൽ ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്, ഔട്ട്പുട്ട് സൈഡിൽ ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ദ റെസിസ്റ്റർ ഈസ് കണക്റ്റഡ് ഇൻ സീരീസ്, റെസിസ്റ്ററും കപ്പാസിറ്ററും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ദ ഇൻപുട്ട് വോൾട്ടേജ് ഈസ് അപ്ലൈഡ് ഇൻ സീരീസ് ടു ദ റെസിസ്റ്റർ ബട്ട് ദ ഔട്ട്പുട്ട് ഈസ് ഡ്രോൺ ഓൺലി അക്രോസ് ദ കപ്പാസിറ്റർ. ഔട്ട്പുട്ട് across the capacitor ആണ് എടുത്തിരിക്കുന്നത്. Low pass filter allows the frequencies which are lower than the cutoff frequency FC and block the higher frequency signals. അതായത് ലോ പാസ് ഫിൽട്ടർ എന്ന് പറയുന്നത് എഫ് സി എന്ന് പറയുന്ന കട്ട് ഓഫ് ഫ്രീക്വൻസിനേക്കാളും താഴെയുള്ള എല്ലാ സിഗ്നൽസിനെയും അത് പാസ് ചെയ്യും. എഫ് സി എന്ന് പറയുന്ന കട്ട് ഓഫ് ഫ്രീക്വൻസിക്ക് മുകളിലുള്ള എല്ലാ ഹൈ ഫ്രീക്വൻസി സിഗ്നൽസിനെയും അത് ബ്ലോക്ക് ചെയ്യും. The value of cutoff frequency depends on the component value of RNC. RNC വാല്യൂ കൊടുത്ത് ഡിസൈൻ ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ആ കട്ട് ഓഫ് ഫ്രീക്വൻസി മാറുന്നതാണ്. സോ ദിസ് ഈസ് അബൌട്ട് എ ജനറൽ പിക്ചർ അബൌട്ട് എ ഫസ്റ്റ് ഓർഡർ ആർ സി ലോ പാസ് ഫിൽട്ടർ. ഓക്കെ, സോ ഇന്നലെ നമ്മൾ വീണ്ടും പറഞ്ഞു കപ്പാസിറ്റീവ് റിയാക്ടൻസ്. കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള കപ്പാസിറ്റർ എത്രത്തോളം റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എസ് സി വിച്ച് ഇസ് ഈക്വൽ ടു 1 divided by 2 pi FC. 1 divided by j into 2 pi FC. ഓക്കെ, ഇതിൽ എഫ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി, സി എന്ന് പറയുന്ന കപ്പാസിറ്റൻസ്, എക്സ് സി എന്ന് പറഞ്ഞ കപ്പാസിറ്റീവ് റിയാക്ടൻസ്. സോ ഇതിൽ നിന്നും എവിഡന്റ് ആണ് എന്ത്, എക്സ് സി വിച്ച് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫ്രീക്വൻസി ആണെന്ന് നമുക്കറിയാം. എക്സ് സി വിച്ച് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫ്രീക്വൻസി. ഓക്കെ, അപ്പോ ഇന്നലെ നമ്മൾ കണ്ട ഹൈ പാസ് ഫിൽട്ടറിന്റെ സർക്യൂട്ടിൽ എന്താ, ഈ റെസിസ്റ്ററിന് പകരം ഇവിടെ കപ്പാസിറ്ററും, ഇവിടെ കപ്പാസിറ്ററിന് പകരം ഇവിടെ റെസിസ്റ്റൻസും. സോ എങ്ങനെയാണ് നമ്മൾ ഇവിടെയുള്ള വർക്കിംഗ് പ്രിൻസിപ്പിൾ മാറുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ ഈ ഒരു കേസിൽ നോക്ക് എന്താണ് സംഭവിക്കുന്നത്. ഈ ഒരു കേസിൽ അറ്റ് ലോവർ ഫ്രീക്വൻസീസ് ദ റിയാക്ടൻസ് ഓഫ് കപ്പാസിറ്റർ ഈസ് വെരി ഹൈ. അതായത് നമ്മൾ പറഞ്ഞു എക്സ് സി വിച്ച് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ frequency, അല്ലെ, എഫ് സി വിച്ച് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫ്രീക്വൻസി. സോ ഫ്രീക്വൻസി കുറയുന്ന സമയത്ത് എന്ത് പറ്റും, എക്സ് സി കപ്പാസിറ്റീവ് റിയാക്ടൻസ് വിൽ ബി മോർ. ഫ്രീക്വൻസി കുറയുന്ന സമയത്ത് കപ്പാസിറ്റീവ് റിയാക്ടൻസ് വിൽ ബി മോർ, കപ്പാസിറ്റൻസ് റിയാക്ടൻസ് കൂടും. അപ്പോ സോ വാട്ട് വിൽ ബി, ഇവിടെ കപ്പാസിറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ കപ്പാസിറ്റീവ് റിയാക്ടൻസ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും, കപ്പാസിറ്റർ വിൽ ആക്ട് ആസ് ആൻ ഓപ്പൺ സർക്യൂട്ട് ആൻഡ് വിർച്വലി ഇൻപുട്ട് അപ്പിയേഴ്സ് അറ്റ് ദ ഔട്ട്പുട്ട്. നമ്മൾ നോക്കാം ഇപ്പൊ ആ ഒരു കേസിൽ ഈ ഒരു സർക്യൂട്ട് ഇക്വലന്റ് ആയിട്ട് എങ്ങനെ വരക്കാം എന്നുള്ള നോക്കാം. അതായത് റെസിസ്റ്റർ ഇവിടെയുണ്ട്. ഓക്കെ, എന്താ ലോവർ ഫ്രീക്വൻസി ആകുന്ന സമയത്ത് എന്ത് പറ്റും, കപ്പാസിറ്ററിന്റെ റിയാക്ടൻസ് കൂടും,
ആ സമയത്ത് കപ്പാസിറ്ററിന്റെ റിയാക്ടൻസ് കൂടുന്ന സമയത്ത് ഇറ്റ് വിൽ ആക്ട് ആസ് ആൻ ഓപ്പൺ സർക്യൂട്ട്. ഇറ്റ് വിൽ ആക്ട് ആസ് ആൻ ഓപ്പൺ സർക്യൂട്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇൻപുട്ട്. ഇറ്റ് വിൽ കപ്പാസിറ്റർ വിൽ ആക്ട് ആസ് ആൻ ഓപ്പൺ സർക്യൂട്ട്. ഔട്ട്പുട്ട് എവിടെയാണ് നമുക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ ഓപ്പൺ സർക്യൂട്ട് ആകുന്ന സമയത്ത് നമ്മൾ ഇൻപുട്ടിൽ വരുന്ന എല്ലാ സംഭവങ്ങളും ഈ ഔട്ട്പുട്ടിലേക്ക് എത്തുകയാണ്. ഇൻപുട്ടിലേക്ക് വരുന്ന എല്ലാ സംഭവങ്ങളും ഈ ഔട്ട്പുട്ടിലേക്ക് എത്തുകയാണ്. സോ എന്താണ്, അറ്റ് ലോവർ ഫ്രീക്വൻസീസ് റിയാക്ടൻസ് ഓഫ് കപ്പാസിറ്റർ ഈസ് വെരി ഹൈ. സോ ദ കപ്പാസിറ്റർ ആക്ട് ആസ് ഓപ്പൺ സർക്യൂട്ട് ആൻഡ് വിർച്വലി ഇൻപുട്ട് അപ്പിയേഴ്സ് അറ്റ് ദ ഔട്ട്പുട്ട്. ഇൻപുട്ട് ഔട്ട്പുട്ടിലേക്ക് അപ്പിയർ ചെയ്യും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് കേസ്. ഓക്കെ, ഇനി ഹയർ ഫ്രീക്വൻസിയിൽ എന്താ സംഭവിക്കുക? ഓക്കെ, സോ ഹയർ ഫ്രീക്വൻസിയിൽ എന്ത് സംഭവിക്കും? ഹയർ ഫ്രീക്വൻസി ആകുന്ന സമയത്ത് എന്ത് സംഭവിക്കും? റിയാക്ടൻസ് ഓഫ് കപ്പാസിറ്റർ ഈസ് വെരി ലോ. കപ്പാസിറ്ററിന്റെ റിയാക്ടൻസ് വളരെ കുറയും. അതായത് എഫ് ഫ്രീക്വൻസി നല്ലോണം കൂടിക്കഴിഞ്ഞാൽ കപ്പാസിറ്ററിന്റെ റിയാക്ടൻസ് നല്ലോണം കുറയും. അപ്പോൾ കപ്പാസിറ്റർ വിൽ ആക്ട് ആസ് എ ഷോർട്ട് സർക്യൂട്ട്. അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ആയി ആക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഫിഗറിന്റെ ഇക്വലന്റ് സർക്യൂട്ട് എങ്ങനെ വരും? ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത് കപ്പാസിറ്റർ ഇവിടെ ഷോർട്ട് സർക്യൂട്ട് ആണ്. ഓക്കെ, കപ്പാസിറ്റർ ഷോർട്ട് സർക്യൂട്ട് ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കും? എവിടെയാ ഔട്ട്പുട്ട് നമ്മൾ എടുക്കുന്നത്? ഇവിടെയാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ ഇൻപുട്ട്. സോ ഈ കപ്പാസിറ്റർ ഷോർട്ട് സർക്യൂട്ട് ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇവിടെയുള്ള കറണ്ട് ഒക്കെ ഇങ്ങനെ ഈ റൗണ്ട് അടിച്ച് പാസ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങോട്ടേക്ക് ഔട്ട്പുട്ട് സൈഡിലേക്ക് ഒന്നും പോകുന്നില്ല. ഇവിടെ ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് ഇവിടെയുള്ള കംപ്ലീറ്റ് കറണ്ട് ഇവിടെ ഇൻപുട്ട് സൈഡിൽ തന്നെ ഇങ്ങനെ റൗണ്ട് അടിച്ച് കളിക്കും. സോ ഔട്ട്പുട്ടിൽ എന്താ? നോ ഇൻപുട്ട് അപ്പിയേഴ്സ് അക്രോസ് ദ ഔട്ട്പുട്ട്. സോ ഇതാണ് ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അറ്റ് ലോവർ ഫ്രീക്വൻസീസ് റിയാക്ടൻസ് ഓഫ് കപ്പാസിറ്റർ ഈസ് വെരി ഹൈ. സോ ദ കപ്പാസിറ്റർ ആക്ട് ആസ് എൻ ഓപ്പൺ സർക്യൂട്ട്. അന്നേരമുള്ള ഇക്വലന്റ് സർക്യൂട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ് വിൽ ആക്ട് ആസ് എൻ ഓപ്പൺ സർക്യൂട്ട് ആൻഡ് വിർച്വലി ഇൻപുട്ട് അപ്പിയേഴ്സ് അറ്റ് ദ ഔട്ട്പുട്ട്. അറ്റ് ഹയർ ഫ്രീക്വൻസീസ് reactance of capacitor is very low. Very low ആകുന്ന സമയത്ത് capacitor will act as a short circuit and all the input it will be circling around resistor and this short circuit, and in output side no input will be appearing across the output. Okay, അപ്പൊ എന്താ, ലോവർ ഫ്രീക്വൻസി സമയത്ത് നമുക്ക് എന്താ ഔട്ട്പുട്ട് ഉണ്ടാവും, ഹയർ ഫ്രീക്വൻസി ഉള്ള സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് ഉണ്ടാവില്ല. സോ എ ലോ പാസ് ഫിൽട്ടർ ഇറ്റ് വിൽ ബി പാസിംഗ് low frequencies and it will be blocking the higher frequency. Okay, it will be blocking the higher frequency and it will be passing the low frequency. Okay, so ഇതാണ് നമ്മുടെ ഒരു ലോ പാസ് ഫിൽറ്ററിന്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ. നെക്സ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ട് ഫ്രീക്വൻസി റെസ്പോൺസ്. നമുക്കറിയാം ഇത് ഒരു കട്ട് ഓഫ് ഫ്രീക്വൻസി FC വരെ ഇറ്റ് വിൽ ബി പാസിംഗ്. സോ ദിസ് ഈസ് ദ പാസ് ബാൻഡ്. ഈ കട്ട് ഓഫ് ഫ്രീക്വൻസി കഴിഞ്ഞിട്ടുള്ള എല്ലാ ഫ്രീക്വൻസി സിഗ്നലിനെയും അത് സ്റ്റോപ്പ് ചെയ്യും. So this is the stop band, pass band, stop band. And in practical case നമുക്കറിയാം ഗെയിൻ ആൻഡ് ഫ്രീക്വൻസി റെസ്പോൺസ് ഫ്രീക്വൻസി റെസ്പോൺസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്താ, ഇനിഷ്യലി ഇറ്റ് വിൽ ബി ഹൈ ആൻഡ് ഫ്രം എ കട്ട് ഓഫ് ഫ്രീക്വൻസി ഇറ്റ് വിൽ ബി ഗ്രാജുവലി ഡിക്രീസിങ് and that decreasing slope will be minus 20 dB per decade. Decreasing slope will be minus 20 dB per decade. So ഈ ഒരു ഗ്രാഫ്, അതായത് ഈ ഒരു പ്ലോട്ട് നമുക്ക് എങ്ങനെ കിട്ടിയെന്നുള്ളത് നമുക്ക് അതിന്റെ ഡെറിവേഷൻ അല്ലെങ്കിൽ ഫ്രീക്വൻസി റെസ്പോൺസ് ഡെറിവേഷൻ അല്ലെങ്കിൽ അനാലിസിസ് ഓഫ് ലോ പാസ് ഫിൽറ്ററിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം. നമ്മൾ ഹൈ പാസ് ഫിൽറ്ററിൽ ചെയ്ത പോലെ തന്നെ സെയിം സംഭവം തന്നെ ഇവിടെയും സിമ്പിൾ ഇക്വേഷൻസ് ആണ്. സോ നമുക്ക് ഡെറിവേഷനിലേക്ക് പോവാം. ഓക്കെ, സോ ഇവിടെ വരച്ചിരിക്കുകയാണ് നമ്മുടെ സർക്യൂട്ട്. വീണ്ടും നമ്മുടെ ഈ ലോ പാസ് ഫിൽറ്റർ ഫസ്റ്റ് ഓർഡർ RC ലോ പാസ് ഫിൽറ്റർ ഇവിടെ നമ്മൾ വരച്ചിരിക്കുകയാണ്. റെസിസ്റ്റർ ഉണ്ട്, ദെൻ കപ്പാസിറ്റർ. ഇൻപുട്ട് കൊടുത്തിരിക്കുന്ന റെസിസ്റ്ററിന് അക്രോസ്, ഔട്ട്പുട്ട് എടുത്തിരിക്കുന്നത് കപ്പാസിറ്ററിന് അക്രോസ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ വി ഔട്ട് ഏതാണ്? വി ഔട്ട് എഴുതുന്ന സമയത്ത് എന്താ, ഔട്ട്പുട്ട് ഏതിന് അക്രോസാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? കപ്പാസിറ്ററിന് അക്രോസ് ആണ്. സോ I into XC. XC എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റീവ് റിയാക്ടൻസ് വിച്ച് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ j omega c. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. I into
1 divided by j omega c. That is equation number 1. And equation എന്താ ഇൻപുട്ട് സൈഡ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ റെസിസ്റ്റർ ഉണ്ട്, അതുപോലെ കപ്പാസിറ്റർ ഉണ്ട്. അപ്പോൾ ഇവിടെയുള്ള ഇൻപുട്ട് വിച്ച് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ടോട്ടൽ ഇമ്പിഡൻസ് ഇയർ. ഇവിടെയുള്ള ടോട്ടൽ ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ ആർ പ്ലസ് എക്സി. ആർ പ്ലസ് എക്സി. എക്സി എന്ന് പറഞ്ഞാൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൻ പറ്റും 1 ഡിവൈഡഡ് ബൈ ജെ ഒമേഗ സി. സോ വി ഇൻ വിച്ച് വിൽ ബി ഈക്വൽ ടു ഐ ഇൻറ്റു ഇവിടെയുള്ള ഇമ്പിഡൻസ്. ഇവിടെയുള്ള ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ ആർ പ്ലസ് ടോട്ടൽ ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ആർ പ്ലസ് എക്സി. ആർ പ്ലസ് എക്സി. എക്സിക്ക് പകരം നമുക്ക് 1 ഡിവൈഡഡ് ബൈ ജെ ഒമേഗ സി എന്ന് എഴുതാൻ പറ്റും. സോ വി ഇൻ വിച്ച് ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ പ്ലസ് 1 divided by j omega c, which is equal to equation number 2. Equation number 2 നമുക്ക് കിട്ടി. ഇനി നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ which is equal to output voltage divided by input voltage അത് എടുക്കുകയാണ്. വി ഔട്ട് ബൈ വി ഇൻ which is equal to എങ്ങനെ നമുക്ക് എഴുതാം? അതായത് ഇക്വേഷൻ നമ്പർ 1 divided by 2, അതായത് I divided by j omega c divided by I into r plus 1 divided by j omega c. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് പറ്റും? ഐയും നമുക്ക് ക്യാൻസൽ ചെയ്തെടുക്കുക. ഐയും ക്യാൻസൽ ചെയ്തെടുക്കുക. സോ ഇവിടെയുള്ള ഡിനോമിനേറ്റർ സൈഡിലുള്ള ജെ ഒമേഗ സി വെച്ച് ഇവിടെ ആറിന് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? ന്യൂമറേറ്ററിൽ 1 ഡിവൈഡഡ് ബൈ ജെ ഒമേഗ സി ഡിവൈഡഡ് ബൈ ഇത് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ആർ ഇൻറ്റു ജെ ഒമേഗ സി പ്ലസ് 1 ഡിവൈഡഡ് ബൈ ജെ ഒമേഗ സി. ഇവിടെയുള്ള ഡിനോമിനേറ്ററിൽ ജെ ഒമേഗ സി ഉണ്ട്, താഴത്തും ജെ ഒമേഗ സി ഉണ്ട്. സോ അത് രണ്ടും ക്യാൻസൽ ആവുന്നു. ജെ ഒമേഗ സി ക്യാൻസൽ ആവുന്നു. ഫൈനലി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് വി ഔട്ട് ബൈ വി ഇൻ വിച്ച് ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ജെ ഒമേഗ ആർ സി എന്ന് കിട്ടുന്നു. ഓക്കെ, വി ഔട്ട് ബൈ വി ഇൻ വിച്ച് ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ജെ ഒമേഗ ആർ സി വിച്ച് ഇസ് ഈക്വൽ ടു ഇക്വേഷൻ നമ്പർ 3. ഇനി നമുക്കറിയാം ഈ ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 2πf ആണ്. ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ വിച്ച് ഇസ് ഈക്വൽ ടു 2πf ആണ്. ഓക്കെ, ഒമേഗ ഇസ് ഈക്വൽ ടു 2πf എന്നുള്ള അറിയാം. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? വി ഔട്ട് ബൈ വി ഇൻ വിച്ച് ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇവിടെ ഒമേഗക്ക് പകരം 2πf സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, 2πf ഇൻറ്റു ആർ സി. ഓക്കെ, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 4. ഓക്കെ, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 4. ഓക്കെ, ഇനി നമ്മൾ കഴിഞ്ഞതിൽ പോലെ തന്നെ നമ്മൾ അസ്യൂം ചെയ്യാണ് ഒരു അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി F2 വിച്ച് ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 2πRC. ഓക്കെ, ഹൈപാസ് ഫിൽട്ടറിന്റെ അനാലിസിസിൽ ചെയ്ത പോലെ നമ്മൾ അസ്യൂം ചെയ്യാവുന്ന ഒരു F2 എന്ന് പറയുന്ന ഫ്രീക്വൻസി വിച്ച് ഇസ് ഈക്വൽ ടു 1 ബൈ 2πRC വേർ F2 ഇസ് അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി. ഓക്കെ, സോ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് വി ഔട്ട് ബൈ വി ഇൻ വിച്ച് ഇസ് ഈക്വൽ ടു നമുക്കറിയാം 1 ഡിവൈഡഡ് ബൈ 2πRC ആണ് F2. സോ അത് ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇവിടെ എന്താ F ഉണ്ട്, പിന്നെന്താ 2πRC ഓൾറെഡി ഇവിടെ ഉണ്ടല്ലോ. 2πRC നമുക്ക് എന്താ 1 ബൈ 2πRC ആണ് F2. സോ വിച്ച് വി ക്യാൻ റിട്ടേൺ ആസ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ജെ ഇൻറ്റു F ബൈ F2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കിട്ടും ഇതുപോലെ. സോ V out by V in which is equal to 1 divided by 1 plus j into F by F2 which is equal to equation number 5. ഓക്കെ, ഇനി നമുക്കറിയാം ഒരു ഇമാജിനറി പാർട്ട് വരുന്ന സമയത്ത് അതിന്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ കണ്ടുപിടിക്കുന്ന സമയത്ത് എങ്ങനെ കണ്ടുപിടിക്കുക? എ പ്ലസ് ഐ ബി എന്ന് പറയുന്ന ഒരു ഇമാജിനറി പാർട്ട് വരികയാണ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് എ പ്ലസ് ഐ ബി വിച്ച് വിൽ ബി ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അതായത് ഇവിടെയുള്ള എയുടെയും ബിയുടെയും സ്ക്വയർ സം ചെയ്തിട്ടുള്ള സ്ക്വയർ റൂട്ട് ആയിരിക്കും എ പ്ലസ് ഐ ബി എന്ന് പറയുന്ന ഒരു ഇമാജിനറി നമ്പറിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുമ്പോൾ. സോ നമുക്ക് എന്താ ഇവിടെ വി ഔട്ട് ബൈ വി ഇൻ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്ന സമയത്ത് വിച്ച് വിൽ ബി ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ ഇവിടെ എന്താ എ എന്ന് പറയുന്നത് 1 ആണ്, ബി എന്ന് പറയുന്നത് F ബൈ F2 ആണ്. സോ എ എന്ന് പറയുന്നത് 1 സ്ക്വയർ പ്ലസ് ബി എന്ന് പറയുന്നത് F ബൈ F2 ഹോൾ സ്ക്വയർ. ഓക്കെ, സോ മോഡുലസ് ഓഫ് അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് വി ഔട്ട് ബൈ വി ഇൻ വിച്ച് വിൽ ബി ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് F ബൈ F2 ഹോൾ സ്ക്വയർ. സോ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടി. വി ഔട്ട് ബൈ വി ഇൻ വിച്ച് ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് F ബൈ F2 ഹോൾ സ്ക്വയർ. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ കിട്ടി.
ഇനി എന്താ നമ്മൾ ഈ ഇവിടെ നമുക്ക് കിട്ടിയ എഫിന് ഓരോ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. സെയിം സ്റ്റെപ്പ് നമ്മൾ ഇവിടെ ചെയ്ത അതേ സെയിം സ്റ്റെപ്പുകൾ തന്നെ, ഹൈ പാസ് ഫിൽറ്ററിൽ ചെയ്ത സെയിം സ്റ്റെപ്പുകൾ തന്നെ. സോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് വാല്യൂസ് ഫോർ എഫിന് ഓരോ വാല്യൂകൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. നമുക്കറിയാം നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് വി ഔട്ട് ബൈ മോഡുലസ് ഓഫ് വി ഔട്ട് ബൈ വി ഇൻ വിച്ച് ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് ബൈ F2 ഹോൾ സ്ക്വയർ. അതിൽ എഫിന് ഓരോ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഫസ്റ്റ് എഫ് വിച്ച് ഈസ് ഈക്വൽ ടു 0 കൊടുത്തു. എഫിന് 0 കൊടുക്കുന്ന സമയത്ത് നമുക്ക് മോഡുലസ് ഓഫ് വി ഔട്ട് ബൈ വി ഇൻ വിച്ച് വിൽ ബി ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് ഇവിടെ എന്താ 0 കൊടുത്തു, എഫിന് 0 കൊടുത്തു, 0. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 എന്ന് പറഞ്ഞാൽ വിച്ച് വിൽ ബി ഈക്വൽ ടു 1. സോ വി ഔട്ട് മോഡുലസ് ഓഫ് വി ഔട്ട് ബൈ വി ഇൻ വിച്ച് ഇസ് ഈക്വൽ ടു 1. എഫ് 0 കൊടുത്തപ്പോൾ നമുക്ക് മറ്റേ മാഗ്നിറ്റ്യൂഡ് ഓഫ് വി ഔട്ട് ബൈ വി ഇൻ വിച്ച് ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. ദെൻ സെക്കൻഡ് വൺ എഫ് ഇസ് ഈക്വൽ ടു F2 കൊടുത്തു. എഫിന് നമ്മൾ എന്ത് കൊടുത്തു, F2 എന്ന് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ വരും, അതായത് വി ഔട്ട് ബൈ വി ഇൻ മോഡുലസ് ഓഫ് വി ഔട്ട് ബൈ വി ഇൻ വിച്ച് ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് എഫിന് എന്താ F2 കൊടുത്തു, F2 ബൈ F2 വരും, F2 ക്യാൻസൽ ചെയ്ത് 1 വരും. സോ സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് 1 എന്ന് കിട്ടും. ഓക്കെ, which is equal to modulus of v out by v in which is equal to 1 by root 2. 1 by root 2 എന്ന് കിട്ടി. എപ്പോഴ് when f is equal to F2 കൊടുക്കുന്ന സമയത്ത് നമുക്ക് 1 by root 2 എന്ന് കിട്ടി. Now third case, f is equal to infinity എന്ന് കൊടുത്തു. f is equal to infinity എന്ന് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, v out by v in modulus of v out by v in which is equal to 1 divided by square root of 1 plus എഫിന് ഇൻഫിനിറ്റി കൊടുക്കുന്നു, 1 പ്ലസ് ഇൻഫിനിറ്റി എന്ന് വരും. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, വിച്ച് ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റി. 1 ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റി എന്താ, 0 ആണ്. സോ വി ഔട്ട് ബൈ വി ഇൻ മോഡുലസ് ഓഫ് വി ഔട്ട് ബൈ വി ഇൻ വിച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും വെൻ എഫ് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. എഫിന് ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് വി ഔട്ട് ബൈ വി ഇൻ വിച്ച് ഇസ് ഈക്വൽ ടു 0. സോ നമുക്ക് 3 കേസ് നമ്മളിവിടെ കണ്ടു. ആദ്യം എഫിന് 0 കൊടുക്കുന്ന സമയത്ത് വി ഔട്ട് ബൈ വി ഇൻ നമുക്ക് എന്ത് കിട്ടി, 1 കിട്ടി. എഫിന് F2 കൊടുക്കുന്ന സമയത്ത് വി ഔട്ട് ബൈ വി എന്ത് കിട്ടി, 1 ബൈ റൂട്ട് 2 കിട്ടി, വിച്ച് ഇസ് ഈക്വൽ ടു 0.7071. ദെൻ എഫിന് ഇൻഫിനിറ്റി കൊടുക്കുന്ന സമയത്ത് വി ഔട്ട് ബൈ വി വിച്ച് ഇസ് ഈക്വൽ ടു 0 എന്നും കിട്ടി. സോ ഫസ്റ്റ് കേസ് എഫ് ഫ്രീക്വൻസി 0 ആകുന്ന സമയത്ത് നമുക്ക് എന്താണ് ഔട്ട്പുട്ട് 1 ആണ്. സോ അത് ഇവിടെ പ്ലോട്ട് ചെയ്തു. ദെൻ എഫിന് ഒരു കട്ട് ഓഫ് ഫ്രീക്വൻസി F2 എന്ന് പറയുന്ന ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു 1 ബൈ റൂട്ട് 2. അതായത് മോഡുലസ് ഓഫ് വി ഔട്ട് ബൈ വി വിച്ച് ഇസ് ഈക്വൽ ടു 1 ബൈ റൂട്ട് 2 വിച്ച് ഇസ് ഈക്വൽ ടു 0.7071. സോ 0.7071 ഈ ഗ്രാഫിൽ കൂട്ടിമുട്ടുന്നത് എവിടെയാണ്, F2 എന്ന് പറഞ്ഞ പോയിന്റ്. പിന്നെന്താ ഇൻഫിനിറ്റി, ഇതിങ്ങനെ നീണ്ടു പോവാണ്. ഇൻഫിനിറ്റി വരുന്ന സമയത്ത് വി ഔട്ട് ബൈ വി വിച്ച് ഇസ് ഈക്വൽ ടു 0 എന്നും നമുക്ക് പറയാം. ഓക്കെ, സോ ദിസ് ഈസ് ദ പ്ലോട്ട് ഫോർ ദാറ്റ് ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ലോ പാസ് ഫിൽട്ടർ. That in x-axis we have taken modulus of v out by v in, and in y-axis we have taken frequency. Normally നമ്മൾ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ എന്താ, ഡെസിബലിലാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുക. ഡെസിബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 log to the base 10 of this v out by v in. ആ സമയത്തുള്ള പ്ലോട്ട് ആണ് നേരത്തെ ഞാൻ കാണിച്ചത്. ഈ സെയിം സംഭവം തന്നെ. അതായത് 0 dBയിൽ എന്ത് കിട്ടും, അതായത് നമ്മൾ ഫ്രീക്വൻസി 0 ആവുന്ന സമയത്ത് നമുക്ക് 0 dB റെസ്പോൺസ് കിട്ടും. ദെൻ -3 dB ആവുന്ന സമയത്ത് നമുക്ക് ആ FC എന്ന് പറയുന്നത് അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി കിട്ടും. അതിനുശേഷം അത് ഇൻഫിനിറ്റിയിലേക്ക് വരുന്ന സമയത്ത് അത് റെസ്പോൺസ് 0 ആയിട്ട് വരും. ഇതിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ -20 dB പെർ ഡെക്കേഡ്. അപ്പൊ ഇതാണ് അതിന്റെ ഒരു ലോ പാസ് ഫിൽറ്ററിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ്. ഈ ഒരു റെസ്പോൺസ് ആണ് നമ്മൾ ഇതിന്റെ അനാലിസിസിലൂടെ പഠിച്ചെടുത്തത്. ഓക്കെ, നൗ എന്താ, ഇനി നമ്മളൊരു ജസ്റ്റ് ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യാണ്. ഈ ലോ പാസ് ഫിൽറ്ററിന്റെയും ഹൈ പാസ് ഫിൽറ്ററിന്റെയും ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇപ്പം നോക്കുക. ഓക്കെ, എ ലോ പാസ് ഫിൽറ്റർ കൺസിസ്റ്റിംഗ് ഓഫ് എ റെസിസ്റ്റർ ഓഫ് 4.7 kilo ohm in series with a capacitor of 47 nanofarad is connected across a 10 volt sinusoidal supply. Calculate the output voltage V out at a frequency of 100 kilohertz. അപ്പൊ നമുക്ക് ഇവിടെ എന്തൊക്കെ തന്നു, ഒരു ലോ പാസ് ഫിൽറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കൺസിസ്റ്റിംഗ് ഓഫ് റെസിസ്റ്റർ തന്നിട്ടുണ്ട് 4.7 kilo ohm, റെസിസ്റ്റർ 4.7 kilo ohm in series with a capacitor of 47 nanofarad. കപ്പാസിറ്റൻസിന്റെ വാല്യൂ 47 nanofarad.
ഈസ് കണക്റ്റഡ് അക്രോസ് എ 10 വോൾട്ട് സിനുസോയിഡൽ സപ്ലൈ. അതായത് ഇൻപുട്ട് ആയിട്ട് നമുക്ക് വി ഇൻ വിച്ച് ഇസ് ഈക്വൽ ടു 10 വോൾട്ട്. അപ്പൊ നമുക്ക് എന്താ അവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താ? കാൽക്കുലേറ്റ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് വി ഔട്ട് അറ്റ് എ ഫ്രീക്വൻസി ഓഫ് 100 കിലോ ഹെർട്സ്. 100 കിലോ ഹെർട്സിൽ ഫ്രീക്വൻസിയിലുള്ള ഔട്ട്പുട്ട് വി ഔട്ട് ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. എഫ് ഇസ് ഈക്വൽ ടു 100 കിലോ ഹെർട്സ്, വി ഔട്ട് നമുക്ക് കണ്ടുപിടിക്കണം. സോ നമ്മൾ ഡയഗ്രമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻപുട്ട് 10 വോൾട്ട് ആണെന്ന് തന്നിട്ടുണ്ട്. റെസിസ്റ്റൻസ് ഇതാണ് ലോ പാസ് ഫിൽറ്ററിന്റെ ജനറൽ സിമ്പിൾ സർക്യൂട്ട് 4.7 കിലോ ഓം. ദെൻ കപ്പാസിറ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട് 47 നാനോ ഫാരഡ്. ഓക്കെ, വി ഔട്ട് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, സോ നമുക്കറിയാം എക്സ് സി എന്ന് പറയുന്ന കപ്പാസിറ്റീവ് റിയാക്ടൻസ് വിച്ച് ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 2 പൈ എഫ് സി. 1 ഡിവൈഡഡ് ബൈ 2 പൈ എഫ് സി ആണെന്നുള്ള കാര്യം നമുക്ക് അറിയാം. 2 പൈ ഒമേഗയാണ്. ഒമേഗ എന്ന് പറഞ്ഞാൽ എഫ് സി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോറി 1 ഡിവൈഡഡ് ബൈ ഒമേഗ സി ആണ്. ഒമേഗ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 പൈ എഫ് ആണ്. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, സോ വിച്ച് ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 2 പൈ ഇൻറ്റു എന്താ ഫ്രീക്വൻസി എത്രയാണ് തന്നത്? 100 ഹെർട്സ്. 100 ഇൻറ്റു പിന്നെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് 47 നാനോ ഫാരഡ് ആണ്. 47 ഇൻറ്റു നാനോ എന്ന് പറയുമ്പോൾ 10⁻⁻⁹. അത് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കിട്ടുന്ന സമയത്ത് നമുക്ക് എക്സ് സി എന്ന് പറയുന്ന വാല്യൂ വിച്ച് വിൽ ബി ഈക്വൽ ടു 33,863 ഓം. ഇതാണ് നമുക്ക് കപ്പാസിറ്റീവ് റിയാക്ടൻസ് 33,863 ഓം എന്ന് കിട്ടി. ഇനി നമുക്കറിയാം ഒരു വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് ഇവിടെ എടുക്കുന്ന സമയത്താണെങ്കിൽ നമുക്കറിയാം വി ഔട്ട് എന്ന് പറയുന്നത് ഇവിടെയുള്ള റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഇതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ്. വി ഔട്ട് വിച്ച് വിൽ ബി ഈക്വൽ ടു വി ഇൻ ഇൻറ്റു ഇവിടെയുള്ള റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഇവിടെയുള്ള ടോട്ടൽ റെസിസ്റ്റൻസ്. അതായത് ഇവിടെയുള്ള ഇമ്പിഡൻസ് ഒരു കപ്പാസിറ്റൻസും റെസിസ്റ്റൻസും ആണ് വരുന്നത്. സോ വിച്ച് വി ക്യാൻ റൈറ്റ് ആസ് സ്ക്വയർ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് സി സ്ക്വയർ. സ്ക്വയർ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് സി സ്ക്വയർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. സോ വി ഔട്ട് വിച്ച് വിൽ ബി ഈക്വൽ ടു വി ഇൻ ഇൻറ്റു എക്സ് സി ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് സി സ്ക്വയർ. നമുക്ക് എന്തൊക്കെ വാല്യൂസ് ഇപ്പം നമുക്കറിയാം. ഇവിടെ എക്സ് സി എന്ന് പറയുന്ന വാല്യൂ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് 33,863 എന്ന് കിട്ടിയിട്ടുണ്ട്. വി ഇന്ന് 10 ആണെന്നുള്ള അറിയാം. അതുപോലെ നമുക്ക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 4.7 കിലോ ഓം വിച്ച് വി ക്യാൻ റൈറ്റ് ആസ് 4700. ദെൻ എക്സ് സി നമുക്കറിയാം 33,863. സോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് ഓക്കെ വി ഔട്ട് വിച്ച് വി ആർ ഗെറ്റിംഗ് ആസ് 9.9 വോൾട്ട്. സോ ഇതുപോലെയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ചോദിക്കാം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാണ്. ഓക്കെ, ദെൻ another one if you are taking, calculate the cutoff or breakpoint frequency for a simple passive high pass filter consisting of an 82 picofarad capacitor connected in series with a 240 kilo ohm resistor. സോ ഇവിടെ എന്താ കട്ട് ഓഫ് ഫ്രീക്വൻസി ഓർ ബ്രേക്ക് പോയിന്റ് ഫ്രീക്വൻസി എഫ് സി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. എഫ് സി ആണ് നമുക്ക് കിട്ടേണ്ടത് ഫോർ എ സിമ്പിൾ പാസീവ് ഹൈ പാസ് ഫിൽട്ടർ. ഹൈ പാസ് ഫിൽട്ടറിന്റെ കേസിൽ കൺസിസ്റ്റിംഗ് ഓഫ് 82 picofarad കപ്പാസിറ്റൻസ് വാല്യൂ നമുക്ക് 82 picofarad കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് 240 കിലോ ഓം റെസിസ്റ്റർ. റെസിസ്റ്റൻസ് വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 240 കിലോ ഓം. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച ഈ ഹൈപാസ് ഫിൽറ്ററിന്റെ കേസിൽ നമുക്കറിയാം കട്ട് ഓഫ് ഫ്രീക്വൻസി എഫ് സി വിച്ച് ഇസ് ഈക്വൽ ടു 1/2πRC ആണ്. ഓക്കെ, അപ്പൊ എന്താ ഇതൊരു സിമ്പിൾ ചോദ്യമാണ്. എന്താ ഡയറക്റ്റ് നമുക്ക് ഇവിടെ തന്ന വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, അത്രേ ഉള്ളൂ. അതായത് 1/2πRC ആണ് എഫ് സി എന്ന് പറയുന്നത് നമുക്കറിയാം. സോ ഇഫ് യു ആർ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദാറ്റ് 1 ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു ആർ സി എന്ന് പറഞ്ഞാൽ സോറി ആർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 240 കിലോ ആണ്. അപ്പൊ 240 ഇൻറ്റു കിലോ എന്ന് പറയുമ്പോൾ 10⁻³ ഇൻറ്റു കപ്പാസിറ്റൻസ് വാല്യൂ 82 picofarad ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 82 ഇൻറ്റു 10⁻⁻⁹ which is equal to FC which we are getting FC which is equal to 8087 hertz or 8.087 kilohertz. ഓക്കെ, അപ്പം എന്താ അത് നമ്മളിവിടെ പ്ലോട്ടായിട്ട് വരക്കുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് കിട്ടും? നമുക്കറിയാം ഇതെന്താ ഒരു ഹൈപാസ് ഫിൽട്ടർ ആണ്. ഓക്കെ, ഹൈപാസ് ഫിൽട്ടർ ആകുന്ന സമയത്ത് എന്താ ഇനീഷ്യലി ഫ്രീക്വൻസി വിൽ ബി 0. ദെൻ ഒരു കട്ട് ഓഫ് ഫ്രീക്വൻസി കഴിഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം പാസ് ചെയ്യും. കട്ട് ഓഫ് ഫ്രീക്വൻസി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അത് പാസ് ചെയ്യും. ഓക്കെ, അപ്പം കട്ട് ഓഫ് ഫ്രീക്വൻസി കഴിഞ്ഞാൽ എല്ലാം പാസ് ചെയ്യുന്ന സമയത്ത് എന്താ നമുക്ക് എഫ് സി എന്ന വാല്യൂ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് 8.087 kilohertz ആണെന്നുള്ളത്. സോ -3 dB, അതായത് ഗെയിന് -3 dB ആകുന്ന സമയത്താണ് നമ്മൾ കട്ട് ഓഫ് ഫ്രീക്വൻസി കിട്ടുന്നത്. ആ ഒരു കട്ട് ഓഫ് ഫ്രീക്വൻസി വി ക്യാൻ പ്ലോട്ട് ലൈക്ക് 8.087 kilohertz ആയിട്ട് നമുക്ക് പ്ലോട്ട് ചെയ്യാം.
ഓക്കെ. സോ എന്താ നമ്മൾ സിമ്പിൾ ആണ്. കപ്പാസിറ്റൻസ് വാല്യൂ തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസ് വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എഫ് സി ഇസിക്കൽ ടു 1/2π RC ആണ്, വിച്ച് ഇസിക്കൽ ടു 1/2π ആറും സിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ. ചെറിയൊരു മിസ്റ്റേക്ക് ഇവിടെ ഉണ്ട്. അതായത് ഇവിടെ പൈക്കോ ഫാരഡ് എന്ന് പറഞ്ഞത്, പൈക്കോ ഫാരഡ് എന്ന് പറയുമ്പോൾ 10⁻⁻12, അത് ഞാൻ ഏതിലുള്ള ചെറിയൊരു മിസ്റ്റേക്ക് ആണ്. പൈക്കോ ഫാരഡ് എന്ന് പറയുമ്പോൾ 10⁻⁻12 ആണ്. -9 എന്ന് പറഞ്ഞാൽ നാനോ ആണ്. ഓക്കെ, 10⁻⁻12 വരിക. സോ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? എഫ് സി വിച്ച് വിൽ ബി ഈക്വൽ ടു 8087 ഹെർട്സ് വിച്ച് ഇസ് ഈക്വൽ ടു 8.087 കിലോ ഹെർട്സ് എന്ന് കിട്ടും.